ലോകേഷ് കനകരാജ് ഈ പേരെന്ന് തമിഴ് സിനിമയുടെ ഒരു പുതിയ യുഗത്തിന്റെ പര്യായമായി മാറിയിരിക്കുന്നു. എ ഡയറക്ടർ ഹു അറൈവ്ഡ് വിത്ത് എ ബാങ്. അതിനുശേഷം തന്റേതായ ഒരു യൂണിവേഴ്സ് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. ഷാർപ്പായ കഥ പറച്ചിലിലും ഹൈ ഓക്ടെയിൻ ആക്ഷനിലും ഫോക്കസ് ചെയ്ത് ഒരു മെയിൻ സ്ട്രീം ബ്ലോക്ക് ബസ്റ്റർ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം മാറ്റിവരച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സിനിമയായ കൂളി ഈ വീക്കെൻഡ് റിലീസാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫി വിശദമായി പരിശോധിക്കാനും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും ചില പ്രധാന വിമർശനങ്ങൾ നോക്കാനും ഇത് നല്ലൊരു സമയമാണ്. ലോകേഷിന്റെ ആദ്യ സിനിമയായ മാനഗരം ഒരു കോൺഫിഡന്റ് അർബൻ ഹൈപ്പർലിങ്ക് ത്രില്ലറായിരുന്നു. ചെന്നൈയിൽ ഒരു രാത്രി നടക്കുന്ന ഈ സിനിമ പല കഥാപാത്രങ്ങളുടെ ജീവിതങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നു. ഇങ്ങനെയുള്ള സിനിമകൾ പുതിയതല്ലെങ്കിലും ലോകേഷിന്റെ സ്റ്റൈൽ വളരെ ഫ്രഷും ഇൻട്രസ്റ്റിംഗുമായിരുന്നു. അതിൻ്റെ എഡിറ്റിംഗ് ഒരു ഗെയിം ചേഞ്ചറായിരുന്നു. രണ്ടാമത്തെ സീൻ തന്നെ ഒരു ബാറിലാണ് തുടങ്ങുന്നത്. അവിടെ വച്ച് പല കഥാപാത്രങ്ങളെയും നമുക്ക് പരിചയപ്പെടുത്തുകയും പിന്നീട് ഒരു ഗ്രിപ്പിംഗ് ക്ലൈമാക്സിൽ ഒന്നിച്ചു ചേരുന്ന പല സ്റ്റോറി ലൈനുകൾക്കും തുടക്കമിടുകയും ചെയ്യുന്നു. ഫീച്ചർ ഫിലിം ചെയ്യുന്നതിന് മുൻപ് ലോകേഷ് അവിയൽ എന്ന ആന്തോളജി ഫിലിമിൽ കാലം എന്ന ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിരുന്നു. ഒരു ഫിലിം മേക്കറും കൂട്ടുകാരും ഒരു പിക്ക് പോക്കറ്റിനെ പിന്തുടരുന്ന ചെറിയ കഥയായി തുടങ്ങി അതൊരു ആക്ഷൻ ഫിലിമായി മാറുന്നു. അതിലൊരു നല്ല ട്വിസ്റ്റും ഉണ്ടായിരുന്നു. ചെറിയ ഫോർമാറ്റിൽ പോലും ആളുകളുടെ പ്രതീക്ഷകളെ തെറ്റിക്കാൻ ലോകേഷിന് കഴിവുണ്ടെന്ന് ഇത് തെളിയിച്ചു. പലർക്കും ഇത് ലോകേഷിന്റെ മാസ്റ്റർ പീസാണ്. കാർത്തി നായകനായ പാട്ടില്ലാത്ത ഒരു ഹൈ ഒക്ടെയിൻ ത്രില്ലറാണ് കൈദി. ഒരു രാത്രി മുഴുവൻ നടക്കുന്ന ഈ സിനിമയിൽ മുൻ തടവുകാരനായ ഡില്ലി വിഷമുള്ളിൽ ചെന്ന ഒരു കൂട്ടം പോലീസുകാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം ആദ്യമായി തന്റെ മകളെ കാണാനും അയാൾ ശ്രമിക്കുന്നു. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ശക്തമായ ആദ്യ ചാപ്റ്ററായിരുന്നു കൈദി. ഇതിലെ ആക്ഷൻ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച ഒന്നായിരുന്നു. കൈദി ബിരിയാണി എന്ന ഐക്കോണിക് മൊമെന്റ് മുതൽ വലിയ തോക്കുകൾ ഉപയോഗിക്കുന്നതുവരെ ഈ സിനിമ ഒരു ട്രെൻഡ് സെറ്ററായിരുന്നു. തമിഴിലെ രണ്ടു വലിയ സ്റ്റാഴ്സായ വിജയും വിജയ് സേതുപതിയും ഒന്നിച്ച മാസ്റ്റർ കൊമേഴ്ഷ്യൽ അപ്പീലും നല്ല ക്യാരക്ടർ ഡെപ്തും ചേർന്ന ഒരു വലിയ ഹിറ്റായിരുന്നു. മദ്യപാനിയായ പ്രൊഫസർ ജെഡിയും ക്രൂരനായ ഗാങ്സ്റ്റർ ഭവാനിയും തമ്മിലുള്ള പോരാട്ടമാണ് സിനിമ. രണ്ട് കഥാപാത്രങ്ങളെയും മികച്ച രീതിയിൽ എഴുതിയിട്ടുണ്ട്. വിജയ് അടുത്ത കാലത്ത് ചെയ്തതിൽ വച്ച് ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്ന് നൽകി. ജെഡിക്കൊരു ബാക്ക് സ്റ്റോറി കൊടുക്കാതിരുന്നത് ഒരു ജീനിയസ് തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് അവൻ സ്വന്തമായി കഥകൾ ഉണ്ടാക്കുന്ന രസകരമായ സീനുകളുണ്ടായത്. വിജയ് സേതുപതി ആകട്ടെ എപ്പോഴത്തെയും പോലെ സീൻ സ്റ്റീൽ ചെയ്ത് നമ്മളെ രസിപ്പിച്ചു. രണ്ട് ലീഡ് കഥാപാത്രങ്ങളും തമ്മിൽ ഒരുപാട് പാരലൽ സിനിമയിലുണ്ട്. അനിരുദ്ധിന്റെ തകർപ്പൻ സൗണ്ട് ട്രാക്ക് എല്ലാ സീനുകളെയും വേറെ ലെവലിലെത്തിച്ചു. LCUവിന്റെ വലിയൊരു എക്സ്പാൻഷനായിരുന്നു വിക്രം. കമൽഹാസൻ, വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ എന്നിവരടങ്ങുന്ന ഒരു പവർ ഹൗസ് ടീം അഭിനയിച്ച ഈ സിനിമ സ്പൈ ത്രില്ലറിന്റെയും യൂണിവേഴ്സ് ബിൽഡിംഗിന്റെയും ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. സിനിമയുടെ ഇന്റർവൽ ബ്ലോക്ക് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഒന്നാണ്. എപ്പോഴും മദ്യപിച്ച് നടക്കുന്ന സാധാരണക്കാരനായി തോന്നുന്ന കർണൻ എന്ന കമൽഹാസനെ കാണുമ്പോൾ ഈ വയസ്സിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കും. മുഖംമൂടി സംഘത്തിന്റെ ലീഡറെ ഫഹദ് ഫാസിലിന്റെ അമർ എന്ന കഥാപാത്രം കോർണർ ചെയ്യുമ്പോൾ അത് കർണൻ ആണെന്ന് റിവീൽ ചെയ്യുന്നതും അയാൾ യഥാർത്ഥത്തിൽ ഒരു ബ്ലാക്ക് ഓപ്സ് സ്ക്വാഡിന്റെ കമാൻഡറായ വിക്രമാണെന്ന് തിരിച്ചറിയുന്നതും ബൈക്കിലിരുന്ന് കൂളായി എല്ല് നുറുക്കി ചൂയിങ്കം ചവയ്ക്കുന്നതും ഓർമ്മയിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു മൊമെന്റായിരുന്നു. അത് ഒരു മാസ്റ്റർ പീസായിരുന്നു. ലോകേഷിന്റെ കരിയറിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ലിയോ. വിജയ് അവതരിപ്പിച്ച പാർത്ഥിപൻ എന്ന ശാന്തനാണ് ഒരു കഫേ ഉടമയുടെ ജീവിതത്തിലേക്ക് ചിലരെത്തുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് സിനിമ. പാർത്ഥിപൻ തന്നെയാണോ ലിയോദാസ് എന്ന സിനിമയുടെ പ്രധാന മിസ്റ്ററി എല്ലാവരെയും എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇരുത്തി. തുടക്കത്തിലെ ആക്ഷൻ സീനുകളിലെ ബ്രൂട്ടാലിറ്റി വളരെ എൻഗേജിംഗ് ആയിരുന്നു. ഫ്രെയിം പൊട്ടിത്തെറിച്ച് ചെറുപ്പക്കാരനായ വിജയുടെ മുഖം കാണിക്കുന്ന ഐക്കോണിക് മൊമെന്റ് ഒരു ഹൈ പോയിന്റ് ആയിരുന്നു. എന്നാൽ ഈ സിനിമ LCUവിനെ കുറിച്ചുള്ള പ്രധാന വിമർശനങ്ങളും കൊണ്ടുവന്നു. ലോകേഷിന്റെ കരിയർ മുന്നോട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഒരു പ്രത്യേക സ്റ്റൈൽ രൂപപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റും ആക്ഷനും എപ്പോഴും പ്രശംസിക്കപ്പെടുകയും എന്നാൽ ചില വിമർശകർ ചില സ്ഥിരം തീമുകളെയും ട്രോപ്പുകളെയും ചൂണ്ടിക്കാണിക്കുന്നു. ലോകേഷിന്റെ സിനിമകൾ സ്റ്റൈലൈസ്ഡ് ബ്രൂട്ടൽ ആക്ഷന്റെ പേരിൽ അറിയപ്പെടുന്നു. ആരാധകർക്കിത് ഇഷ്ടമാണെങ്കിലും ചില റിവ്യൂവേഴ്സ് പറയുന്നത് ഇത് വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുവെന്നും ഇമോഷണൽ ഡെപ്തിനോ റിയലിസത്തിനോ പ്രാധാന്യം നൽകാതെ ആക്ഷന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുവെന്നുമാണ്. ഹോളിവുഡ് കോപ്പിയടിയോ? ചില സീനുകൾ, പ്രത്യേകിച്ച് ലിയോലിലേത് എ ഹിസ്റ്ററി ഓഫ് വയലൻസ്, ബുള്ളറ്റ് ട്രെയിൻ തുടങ്ങിയ സിനിമകളുമായി താരതമ്യം ചെയ്യപ്പെട്ടു.
വിക്രത്തിലെ ചില സീനുകൾ ഡാർക്ക് നൈറ്റ് റൈസിൽ നിന്ന് ഇൻസ്പയർഡാണ്. ഇൻസ്പയർഡ് എന്ന് പറയാമെങ്കിലും എവിടെയാണ് ഹോമേഴ്സ് തീർന്ന് കോപ്പിയടി തുടങ്ങുന്നതെന്ന് ആരാധകർ സംശയിക്കുന്നു. സിനിമകളിൽ ഒരു ഫോർമുല കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സ്ഥിരം തീമുകൾ ഇവയാണ്. വയലന്റ് പാസ്റ്റുള്ളവർ സമാധാനപരമായി ജീവിക്കാൻ ശ്രമിക്കുന്നു. കൈദിയിലെ ഡില്ലി, വിക്രത്തിലെ വിക്രം, ലിയോയിലെ പാർത്ഥിവൻ. രാത്രിയിൽ നടക്കുന്ന കഥ. മയക്കുമരുന്ന് സംഘങ്ങളും ആയുധക്കടത്തും പ്രധാന പ്രശ്നമായി വരുന്നു. ഈ പ്രഡിക്റ്റബിലിറ്റി വർക്കാകുന്നുണ്ടെങ്കിലും ചിലപ്പോഴൊരു ഫോർമുല പോലെ തോന്നാമെന്നതാണ് പരാതി. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് ഒരു ഗംഭീര കോൺസെപ്റ്റ് ആണെങ്കിലും ലിയോയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ വിമർശനം സിനിമകൾ സ്വന്തമായി പൂർണ്ണതയുള്ള കഥകൾ പറയുന്നതിനേക്കാൾ ക്യാമിയോകൾക്കും ഈസ്റ്റർ എഗ്ഗുകൾക്കും അടുത്ത സിനിമയുടെ ടീസറുകൾക്കും വേണ്ടിയുള്ളതായി മാറുന്നു എന്നതാണ്. ലിയോയിലെ LCU കണക്ഷൻ വളരെ ഫോഴ്സ്ഡായി തോന്നിയെന്നും യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സിനിമയുടെ ഇമോഷണൽ ഡെപ്ത് നഷ്ടപ്പെട്ടു എന്നും ചിലർക്ക് തോന്നി. അതുകൊണ്ട് സിനിമ ഒരു കംപ്ലീറ്റ് സ്റ്റോറി എന്നതിലുപരി അടുത്ത സിനിമയ്ക്കുള്ളൊരു സെറ്റപ്പ് പോലെയായി എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ വിമർശനങ്ങൾക്കിടയിലും ലോകേഷ് കനകരാജ് തമിഴ് സിനിമയിലെ ഏറ്റവും ബാങ്കബിൾ കൂടാതെ ടെക്നിക്കലി കഴിവുള്ള ഡയറക്ടർമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ കഥ പറയുന്നതിലെ എനർജി, പേസിംഗും ആംബിഷനും എപ്പോഴും പുതിയ തലങ്ങൾ കണ്ടെത്തുന്നു. അദ്ദേഹത്തിന്റെ വർക്കെത്തിക്കും വിഷനും ഈ ജോണറിനൊരു പുത്തൻ ഉണർവ് നൽകി. ഇപ്പോൾ LCU ഉറപ്പിച്ച സ്ഥിതിക്ക് ചോദ്യം ഇതാണ്: ഈ വലിയ യൂണിവേഴ്സിനുള്ളിൽ നിന്ന് സ്വന്തമായി നിലനിൽക്കാൻ കഥകൾ പറയാൻ അദ്ദേഹത്തിന് കഴിയുമോ, അതോ ഈ യൂണിവേഴ്സ് തന്നെ പ്രധാന കഥാപാത്രമായി മാറുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.